മാളു ഇങ്ങ് വന്നേ. വീടാ ക്യാമ്പ് ഫയറും ഉണ്ട്, ഇവിടെ ഗ്രില്ല് ചെയ്യാനുള്ളൊരു ഓപ്ഷനും ഉണ്ട്. നമുക്ക് ചെയ്താലോ? ഇതിൽ സ്പെഷ്യൽ ടേസ്റ്റ് വരുന്നത് കാന്താരിയുടെ അമ്മായി. ഇഷ്ടപ്പെട്ടാ നിനക്ക്? പിന്നെ എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും? തണുക്കല്ലേ അമ്മായി? എനിക്ക് തണുപ്പൊന്നുമില്ല. അതാണ് പഴയ ചാപ്പാടും ഇപ്പോഴത്തെ ചാപ്പാടും വ്യത്യാസം. കറക്റ്റ് അല്ലേ? അപ്പൊ അത് നേരത്തെ എനിക്ക് തന്നെ ഫുഡ് ശരിയല്ല. അതല്ല മക്കളെ, പണ്ടത്തെ ഫുഡ് ഇപ്പോഴത്തെ ഫുഡുമായിട്ട് ഭയങ്കര വ്യത്യാസമുണ്ട്. അങ്ങനെ പറ. അതാണ്. ഇപ്പൊ അമ്മായിയെ കണ്ടാൽ തന്നെ അറിയില്ലേ? അതെ, നിങ്ങൾ വിറയ്ക്കണ്. അമ്മായി കൂളായിട്ട് നടക്കും. അതാണ്. അതെ അതെ, നിങ്ങൾ നടന്നോ, ഞാൻ കളിച്ചിട്ട് വരാം. കളിക്കാൻ പോണോ? ചേച്ചി വാ. ചേച്ചി വിളിക്കണ കേട്ടി അമ്മായി വിളിക്കണ കൊണ്ടുപോണു, നമ്മള് പോടും പുറകേല്. അത് തന്നെ. സാരിയുടെ തുമ്പ് പിടിച്ചു. മാളു ഇങ്ങ് വന്നേ. വീടാ എണീക്കൂ എണീക്കൂ. പടുവങ്ങാനും പോയാനി. ഞാൻ വിളിച്ചെന്താന്നറിയോ? അല്ല, അവിടെ ക്യാമ്പ് ഫയറും ഉണ്ട്, ഇവിടെ ഗ്രില്ല് ചെയ്യാനുള്ളൊരു ഓപ്ഷനും ഉണ്ട്. നമുക്ക് ചെയ്താലോ? കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞ ഗ്രില്ലേണ്ടി വന്നു. എന്നാ നീ ഇവിടെ നമുക്ക് പോയിട്ട് എടുത്തിട്ട് വരാന്നാ. അയ്യോ, ഇനി ഞാൻ ഇത് കയറില്ല. വേണ്ട. ഇനി വീണേ. എനിക്ക് ശരിക്കും വെളുത്തുള്ളി ഉരിക്കാൻ ഭയങ്കര ഇഷ്ടം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുറിക്കാനല്ല, ഇങ്ങനെ ഉരിക്കാൻ. ഞാനിങ്ങനെ ഒരുമിച്ചെടുക്കും അമ്മായി. ഒരുമിച്ചെടുത്തിട്ട് ഇങ്ങനെ എടുക്കാണ്ട, പെട്ടെന്ന് ഉരിഞ്ഞു കിട്ടും. അത് എളുപ്പമുണ്ട്. ഇത് കണ്ട, ഇതിങ്ങനെ ഉരിച്ചെടുത്താൽ അത് കണ്ട എത്ര പെട്ടെന്ന് കിട്ടും. നീ എവിടെയായിരുന്നു? ഊഞ്ഞാലയുടെ അവിടെ കണ്ടില്ലല്ലോ. ഞാൻ ക്യാമ്പ് ഫയർ കത്തിക്കോളെ ചേട്ടൻ കളിക്കാൻ പോയി. എന്നിട്ട് വന്നാ? അല്ല ചേച്ചിക്ക് എവിടെ പോലും ഈ പാചകം വിട്ടുള്ള കളിയില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു രുചി ഇല്ലേ അമ്മായി? പിന്നെ കൊച്ചിനൊന്നും അറിയില്ല. കണ്ട അമ്മായി സ്വന്തം കൈപ്പുണ്യം പൊക്കി പറഞ്ഞുണ്ട്. കൈപ്പുണ്യം പൊക്കി പറഞ്ഞൊന്നും അല്ലേ. നമുക്ക് എനിക്കെന്തോ നമ്മൾ വെക്കുമ്പോ എന്താ പ്രത്യേക ഒരു സ്വാദായിട്ട് തോന്നും അല്ലേ? പഴയ ആൾക്കാരൊക്കെ അങ്ങനെയാ അല്ലേ അമ്മായി? എന്റെ അത്ര പഴയതൊന്നുമില്ല. അപ്പൊ ചേച്ചി മനസ്സിലായി? അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചേ. ഇപ്പൊ നമ്മള് പറയത്തില്ലേ, പണ്ടുള്ള ആൾക്കാരൊക്കെ പറയത്തില്ലേ, എവിടെ ചെന്നാലും എനിക്ക് കുറച്ച് കഞ്ഞിയും പയറും കിട്ടിയാൽ മതി എന്ന് പറയത്തില്ലേ. അപ്പൊ എന്റെ കഞ്ഞിയും പയറുമാണ് ഈ ചിക്കനും ബീഫും മട്ടനും ഒക്കെ. ചേച്ചി തന്നെയാണ് ഏത്? ആ ബ്ലൂ കളർ ഇങ്ങനെ. അത് പ്രേതം. പ്രേതം കട്ടില് കാണുമ്പോ കമ്മ നടന്ന് ഉറങ്ങും. ഞാൻ വിടാന്ന് പോണേ. എന്തിന്? അത് പ്രേതം. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, എന്തെങ്കിലും ഒരു ചെയറൊക്കെ ഇങ്ങനെ തന്നെ ഇരുന്ന് ഇങ്ങനെ ആടുമ്പോ അതെന്താ? പ്രേതം. നീ ഇങ്ങനെ പേടിച്ചാ പിന്നെ എങ്ങനെ മാളു? എന്നെ പ്രേതം പിടിച്ചോണ്ട് എന്ത് ചെയ്യും? അങ്ങനെ പിടിച്ചോണ്ട് പോകും ഞങ്ങളെ മുംബൈന്ന്. അല്ല മാളു, പ്രേതം വരുമ്പോ നീ കളരി കാണിച്ച് അതിനെ തുരത്തി ഓടിക്കണം. അല്ലല്ല, ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോണേ? പ്രത്യേക തരം സ്ഥിരം ഡയലോഗ്, ഒരു പ്രത്യേക തരം. ഇന്ന് കാന്താരി ചിക്കനും അമ്മ മാളും. മാളും അമ്മായി എന്ന് പറയാൻ വന്നു, പെട്ടെന്ന് മാളുമായി. അപ്പൊ അമ്മ മാളുമായി പോയി.
അമ്മ മോള് അമ്മ മോള്. എനിക്ക് ഇന്ന് മൊത്തത്തിലേ തണുത്തിട്ടാന്ന് തോന്നുന്നത്. നാക്ക് കുഴഞ്ഞു പോണാണോ എന്താണെന്നൊന്നും ഒരു പിടുത്തം കിട്ടണില്ല. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വേണം എങ്കിലല്ലേ പറ്റുള്ളൂ. എന്ത് വേണോ? അല്ല, വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങണം. എപ്പോഴും ചൂടുവെള്ളത്തിലല്ലേ കുളി? അതെ. അപ്പൊ തണുത്ത വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങണം. ഇന്ന് ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ പിടിച്ച് തള്ളുമായിരുന്നു. നമുക്ക് അമ്മായും കൂടെ വലിച്ചിടായിരുന്നു. ആണോ? എനിക്ക് കുഴപ്പമില്ല. അമ്മായി പുലിക്കുട്ടീനെ പോലെ നടക്കണ്. ഞാൻ കാലില് സോക്സ് ഒക്കെ എടുത്തിട്ട് തണുത്തിട്ട്. ഞാൻ ഓൾഡ് മനുഷ്യ. മനുഷ്യ ഓൾഡ് ഈസ് ഗോൾഡ്. ഈ ചൂടൂടെ വന്നപ്പോ അടിപൊളിയല്ലേ? എന്നും ഞാൻ പറയും എക്സർസൈസ് ചെയ്യണമെന്ന് പറയും. എനിക്ക് ഞാൻ ചെയ്യൂല അമ്മായി. ഞാൻ എൻ്റെ ചെറുപ്രായത്തില് നമ്മള് ഇപ്പോഴും ചെയ്യുമല്ലോ അമ്മായി. അപ്പോഴും ചെയ്യും. രാവിലെ കഴിഞ്ഞ് കണ്ടു പഠിക്കും ആളൂ. എന്തിന്ന്? അമ്മായിനെ എന്തിന്? എക്സസൈസ് ചെയ്യാൻ. ചേച്ചി കണ്ടുപിടി. ഞാൻ എന്നും പോയി രാപ്പകലില്ലാതെ കിടന്ന് എന്നിട്ടാണ് അവിടെ എവിടെ വീഴുന്നത്. അത് ഈ ഫ്രോക്ക് ചറുക്കി പോയത് ആ ഊഞ്ഞാൽ. അത് ഭയങ്കര ചറക്കലായിരുന്നു. അമ്മായി നമ്മുടെ ചിക്കൻ കൊണ്ടുവരുമോ? കഴുകി കൊണ്ടുവരുമോ? കഴുകി കൊണ്ടുവരാം. അമ്മായി ചിക്കൻ എടുക്കുമ്പോഴേക്കേ ഞാനിത് നല്ല പേസ്റ്റ് ആക്കി കൊണ്ടുവരാം. ശരി, അപ്പം ഞാൻ പോണേ. നമുക്കും പോയാലോ നാളും? നീ എന്താ നമ്മൾ പേടിച്ചു കൊടുക്കണത്? അഥവാ ഇത് പിന്നെ ബ്ലാസ്റ്റ് ആയ ബ്ലാസ്റ്റ് ബോംബല്ലേ വെച്ചിരിക്കുന്നത്? ഭയങ്കര ബഹളം അല്ല അവിടെ? മക്കളെ, ആ അമ്മായി അവിടെ വയ്ക്കുമോ? അവിടെ വയ്ക്കുമോ? ഇതിനെ ഞാൻ നല്ല വൃത്തിയെ കുളിപ്പിച്ചിട്ടുണ്ട്. എന്നാലും നമ്മുടെ സുന്ദരിയല്ലേ. അവിടെ കൊണ്ടുവയ്ക്കട്ടാ? നാക്ക് കാണിച്ചേ. കരുനാക്കാണോ നീ? ഞാൻ പറഞ്ഞില്ലേ. മാളു, നീ ചെന്നിട്ടേ അത് പെരട്ടാനുള്ള സാധനം എടുത്തോണ്ട് വരുമോ? അപ്പോഴേക്ക് ഇത് നന്നായിട്ടൊന്ന് കത്ത് പിടിച്ചോ. അമ്മായി ഇതാ വരുന്നിട്ട് അവിടെ ഇരിക്കുകയാണോ? ഓ, ഞാൻ ഇവിടെ ഇരിക്കാം. ചേച്ചി വേണമെങ്കിൽ ഇതിരി കണലെടുത്തിടാറുന്നല്ലേ മോളെ. ഇതിപ്പോ ഇവിടെ വെക്കണ്ടേ? ഞാൻ ഇവിടെ എണീറ്റിക്കേ. ആ ശരി ശരി, ഇവിടെ വെച്ചോ. ഇത് അപ്പുറത്ത് വെച്ചേരാം അമ്മായി. ചിക്കൻ ഇപ്പുറത്ത് വെച്ചാൽ എനിക്ക് വരയണം. വേറൊരു പാത്രം വേണ്ടേ മോളെ? ഞാൻ ഇതൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടേ ഇതിലിട്ട് വരട്ടി വയ്ക്കാം. ഓ, നീ ആ നാരങ്ങ മുറിച്ച് അന്നത്ത് പിഴിഞ്ഞു വെച്ചേ. രണ്ട് പിഴിഞ്ഞു വെച്ചു. കത്തി ഉണ്ടോ അവിടെ? ഇത് ഞാനിത് ക്രോസ് ആയിട്ടും കൂടി വരട്ടെ മാളു. കൈ സൂക്ഷിച്ചോ. അപ്പൊ പെട്ടെന്ന് മസാല പിടിക്കുകയും ചെയ്യും. കുരു കൊടുത്ത് കളയണേ അവളെ. ആ കുരു എടുത്ത് കളയണേ മാളു. രണ്ടും വേണോ? രണ്ടും വേണം. കൈ സൂക്ഷിച്ചോ. ഇതായി വരുമ്പോൾ ഇതിൻ്റെ എരിവൊക്കെ നല്ലോണം കുറയും അമ്മായി. നമ്മൾ ഇടുന്ന എരിവൊന്നും ഉണ്ടാവില്ല ഇതിന്. എൻ്റെ ആവശ്യമുണ്ടോ? അമ്മയുടെ ആവശ്യമൊന്നുമില്ല. മക്കളെ, കുരു പറക്കില്ലേ? ഇല്ല, കുരു എടുത്ത് മാറ്റി. എന്നാ ഇതവിടെ വയ്ക്കി. അമ്മയുടെ എടുത്ത് വെച്ചോ, അതിപ്പോൾ ആവശ്യമില്ല. ഉപ്പിട്ടേ മാളു. ഉപ്പ് എൻ്റെ കയ്യിലോട്ടിട്ടെ. ആ വെളുത്തുള്ളിപ്പൊടി ഇട്ടേ. ഇതോ കുറച്ചിട്ടാൽ മതിയേ. മതി. ഉപ്പിട്ടാ? ഉപ്പിട്ടു. ഉപ്പ് നോക്കിയേ. ഉണ്ടാ? നല്ല ടേസ്റ്റ്. പിടിച്ചോണേ. ചേച്ചി എന്തൊക്കെ ഇട്ടിട്ടുണ്ട്?
അതിൽ അരച്ചിരിക്കുന്നത് സവാള, തക്കാളി, കാന്താരി, പിന്നെ കളറിന് കുറച്ച് മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി, അത്രയൊക്കെ തന്നെ. ഇത് കുറച്ചുകൂടെ ഇതിൽ സ്പെഷ്യൽ ടേസ്റ്റ് വരുന്നത് കാന്താരിയുടെ അമ്മായി. കുറച്ചുകൂടെ ഒഴിക്കും മസാല. മേളിലോട്ട് ഒഴിച്ചോ, ചിക്കൻ്റെ മേളിലേക്ക് ഒഴിച്ചോ. അത്രയും കൂടെ അല്ലേ ഉള്ളൂ? കഴിഞ്ഞു. മൊത്തം ഒഴിച്ചു. ഈ മസാലയ്ക്ക് ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു സമാധാനം. നമ്മുടെ വീട്ടിൽ ഇരുന്ന് ഉണ്ടാക്കുന്നതും പുറത്തു നിന്ന് ഉണ്ടാക്കുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. ടേസ്റ്റ് ഉണ്ട്. പക്ഷെ അമ്മായി അത് ആ കാന്താരിയുടെ രുചിയും കൂടി ഒന്നുകൊണ്ടാ. നമുക്കിനി ഗ്രില്ല് ചെയ്താലോ? കമോൺ. ചാട്ട് മസാല എടുത്തോട്ടെ നീ. അമ്മായി ആ പാത്രം തീവളുടെ കയ്യിൽ കൊടുത്തേ. അണ്ട് മാളു ആ ഗ്രില്ല് ചെയ്യണ സാധനം എടുത്തുണ്ടോ? ഇത് പിടിച്ചോ, പിടിച്ചോണേ. അവിടെ തന്നെ വെച്ചോ. ഓരോന്നോ താട്ടെ മാളു. നിനക്ക് ആ കോട്ട എടുത്തിടാൻ പാടില്ല പെണ്ണേ. മൂന്നെണ്ണം ഇല്ലേ? രണ്ടെണ്ണം ഉള്ള. നീ ആ ചൂട് കൊണ്ടോ? നീ എന്തായാലും അവിടെ തീ വെറുതെ കത്തുന്നു. അകത്തോട്ട് പോകാൻ പറ്റില്ലേ? ആഹാ മതി. ഞാൻ ഇതാ കൊണ്ടുവയ്ക്കാം. കൊണ്ടുവച്ചോ കൊണ്ടുവച്ചോ. തീ ഇത്രയും വേണ്ട. കനലാവണോ അത്? നിൽക്കി വെച്ചാ ചിക്കൻ അത് നിൽക്കാനിപ്പോൾ പുകയെ. അയ്യോ നോക്ക്, ആ കോട്ടെടുത്തിട്ട്. ചൂടുകൊണ്ട് നിൽക്കാനും വയ്യ, തണുപ്പുകൊണ്ട് കിടക്കാനും വയ്യാത്ത. അമ്മായി അവിടെ എവിടെയെങ്കിലും കോലാകുമ്പോൾ എന്തെങ്കിലും കിടപ്പുണ്ടോ അമ്മായി? ഇതാ കിടക്കണം. ഇനി ഇവിടെ വെച്ചോ. നമുക്ക് കുറച്ചങ്ങോട്ട് കൈയൊക്കെ കഴുകി കുറച്ചുകൂടെ മാറി ഇരുന്നിട്ടൊക്കെ വരാം അമ്മായി. അപ്പോൾ എന്നിട്ട് തിരിച്ചിടാം. കനൽ ഇപ്പോഴാണ് ശരിയായി. തിരിച്ചിട്ടോ സൂക്ഷിക്കണേ അമ്മായി. തീ കൂടിയത് കണ്ട? അത് ഇവിടെ ഇത്തിരി കരിഞ്ഞത് കണ്ട? തീ കൂടിയത്. ഈ കനലേ നമുക്ക് ആവശ്യമുള്ളൂ. എന്താണ് നിനക്കല്ലേ പറഞ്ഞ ടൂറ് വരണം, തണുപ്പത്ത് പോണം, എന്നിട്ട് നിക്കണം. പോക്കേ സൂക്ഷി അമ്മായി, കൈ പൊള്ളല്ലേ. എന്തായാലും ഇതൊരു 10 മിനിറ്റ് എടുക്കും. നമുക്ക് എന്തായാലും സ്വീറ്റ് കഴിച്ചിട്ട് വരാം അല്ലേ? നമുക്ക് നമ്മുടെ പതിവൊന്നും തെറ്റിക്കരുത്. എവിടെ പോയാലും അതെ, അത് മുറക്കി എടുക്കണം. ബാ. മായി നമ്മൾ ഈ തണുപ്പ് നിർത്തിയിട്ട് ചേച്ചി ഇങ്ങോട്ട് പോയേ? അവളെന്തോ നമ്മളെ പറ്റിക്കാനുള്ള ഒരു പരിപാടി ഒപ്പിക്കാൻ പോയിരിക്കുകയാണ്. എനിക്ക് പറ്റുള്ള തണുപ്പ് എൻ്റെ പിന്നോ. കുറച്ചും കൂടെ നോക്ക്. കുറച്ചും കൂടെ നോക്കണ്ട, ഞാൻ വന്ന്. ഇതാ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങൾ വെച്ചിട്ട് ഞങ്ങൾ തട്ടിക്കൂട്ട് സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കഴിച്ചോക്കെ. കഴിച്ചിട്ട് എന്തൊക്കെയുണ്ടെന്ന് പറയണേ. അവിലും പഴം, പഞ്ചസാര, നെയ്യ്. ഒരു സാധനം കൂടി ഉണ്ട്. നമ്മൾ വന്നപ്പോൾ അവർ നമുക്ക് കരിക്ക് കുടിക്കാൻ തന്നില്ലേ? ആ കരിക്ക് ഞാൻ നന്നിട്ട് മിടുക്കി. പൊളിയല്ലേ? എനിക്ക് മതി.
ഇനി മേള ടൂർ പോകണമെന്ന് പറയോ നീ? പറയാം. പറയോ? ഇവള് പാഠം പഠിക്കില്ല അമ്മായി. ഇവിടെ നമുക്ക് കാശ്മീർ കൊണ്ടുവിടണം. അത് തന്നെ. പോന്നേ. ഓഹോ. നീ അല്ലെങ്കിൽ തനിയെ പോണേ കൊണ്ട് കളഞ്ഞിട്ട് വരണം. അതെ, അല്ല പോയി ശീലിക്കണമല്ലോ. കാരണം നമ്മൾ കൊണ്ടുപോയില്ലെങ്കിലും അവള് തന്നെ കളരിക്ക് പോകും. നമുക്ക് ഡ്രില്ല് എടുക്കാൻ പോയാലോ? ഞാൻ അത് കൊണ്ടുവച്ചിട്ട് വരാം. സ്പൂണും കൂടെ കൊണ്ടുവന്നോ? ആയി അമ്മായി, നമുക്ക് എടുത്താലോ? കൈ കൊള്ളരുതേ, കൈ കൊള്ളരുതേ. ബാ. ചേച്ചി എന്താ ഞാൻ സൗണ്ട് ഉണ്ടാക്കണേ? ഇവിടെ വന്ന് ഗസ്റ്റ് ആയിരിക്കും. നമ്മുടെ വീട് ഭയങ്കര നിശബ്ദമായതുകൊണ്ട് നമുക്ക് ഒച്ച പറ്റണല്ലോ. എങ്ങനെയുണ്ട് എൻ്റെ കാന്താരി ചിക്കൻ? പൊളിയല്ലേ? ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അമ്മായി വന്നതിന് ശേഷം നമ്മൾ ഗ്രില്ലും അൽഫാമൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഈ മാംസ പിസ്സ അല്ലേ കഴിക്കുന്നത്? അതെങ്ങനെയുണ്ട് നോക്കട്ടെ. ഞാൻ എല്ല് പീസ് ആയതുകൊണ്ടേ, എനിക്ക് എല്ല് ഇഷ്ടമായതുകൊണ്ട് ഞാൻ എപ്പോഴും എല്ലെടുക്കണം. കൊള്ളാട്ടമ്മേ. അത് ഞാൻ സ്ക്വയറായിട്ട് അരിഞ്ഞില്ലേ, അതാണ് അത്രയും മസാല അതിൽ പിടിച്ചേക്കണം. അതുകൊണ്ടാണ് എനിക്ക് ഈ പീസ് വേണമെന്ന് എടുത്ത് ചോദിച്ചത്. ബുദ്ധിമതി. ഞാൻ അത്രയ്ക്ക് അങ്ങ് ചിന്തിച്ചില്ല. ഈ കൂട്ടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മല്ലിച്ചീരില്ല. മല്ലിച്ചീരി ഇടാൻ മറന്നു. മല്ലിച്ചീര വെച്ചിരുന്ന ഞാൻ മല്ലിച്ചീര എടുത്ത് കഴിച്ചാണ്. ഞാൻ നോക്കിയത് അവസാനം വരെ അമ്മയുടെ കയ്യിലിരിപ്പുണ്ടായിരുന്നു, എന്നിട്ട് ഞാൻ ഇടാൻ മറന്നുപോയി. അമ്മായി ഹാപ്പി അല്ലേ? വെരി വെരി ഹാപ്പി. അമ്മോ, ഇന്നെന്തായാലും എനിക്ക് നിങ്ങളുടെ പീസായിട്ട് ഇഷ്ടപ്പെട്ട മാംസ പീസ്. കാരണം അതിൽ നല്ല എരിവും പുളിയും പിടിച്ചിട്ടുണ്ട്. തണുപ്പ് നമുക്ക് പോയി കിടക്കാം കുളിച്ച്. മതി.